അത് ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്നുകൂടി ഇപ്പോൾ ട്രംപ് പറയുന്നുണ്ടോ? അത്തരത്തിൽ കൂടി ആ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ടോ? ഇത് ചരിത്ര നിമിഷം എന്നുകൂടി ഇപ്പോൾ ട്രംപ് പറയുന്നുണ്ടല്ലോ. ഇറാൻ ഈ ആക്രമണത്തിൽ നിന്ന് പിന്മാറണം, അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അമേരിക്കയുടെ അറ്റാക്ക് എന്നാണോ ട്രംപ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്? മധു, ഉന്മേഷ്, നമ്മൾ കുറച്ച് ദിവസങ്ങൾ പുറകോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായ ഒരു ടാർഗറ്റഡ് ഡേറ്റ് പ്ലാൻ ചെയ്തതിന് ശേഷമുള്ള ഒരു ഓപ്പറേഷൻ ആണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം ഇസ്രയേലിനെ വെച്ച് പരമാവധി സമ്മർദ്ദം ചെലുത്തുക, ആണവ കരാറിൽ ഇറാനെയും കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ ശ്രമിക്കുക, അതുമാത്രമല്ല 2 ആഴ്ച എന്ന് പറയുന്നു, വിമാനവാഹിനി കപ്പലുകൾ അങ്ങോട്ട് നീക്കുന്നു. ഇതിലെല്ലാം അപ്പുറവുമായിട്ട് അമേരിക്കയ്ക്ക് വളരെ കുറച്ച് സമയം മാത്രം അവരുടെ വ്യോമാതിർത്തിയിൽ ചെലവഴിക്കത്തക്ക രീതിയിൽ ഇസ്രയേലിനും കൊണ്ട് പരമാവധി അതിനെ ഉള്ള സാഹചര്യം പരുവപ്പെടുത്തിയെടുക്കുക. അതായത് ഇപ്പോൾ ഈ വൈദ്യുത ശൃംഖല ഈ ഫോർദോ ആണവ നിലയത്തിലേക്ക് നിശ്ചലമാക്കി ആ വലിയ മെഷീനുകൾ അത് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മെഷീനുകൾക്ക് വലിയ ആഘാതം ഉണ്ടാക്കിയതിനൊക്കെ ശേഷമാണ് ഈ ബോംബറുകൾ ഇടാനായിട്ട് തീരുമാനിക്കുന്നത്. തന്നെയുമല്ല, എല്ലാ ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു US പ്രസിഡന്റ് ഭാഗത്തു നിന്ന് വന്നത്. ഇന്ന് എടുക്കുന്ന തീരുമാനത്തിന് മുന്നോടിയായിട്ട് അദ്ദേഹം ഇന്നലെ വാഷിംഗ്ടണിൽ നിന്ന് തിരിച്ചു പോകുന്നു, ന്യൂജേഴ്സിയിലേക്ക് വരുന്നു. ന്യൂജേഴ്സിയിൽ നിന്ന് തിരിച്ച് സിറ്റുവേഷൻ റൂമിൽ വൈറ്റ് ഹൗസിൽ എത്തിയിട്ട് ഇതിനുള്ള ഓർഡർ കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നീക്കമായിട്ടാണ്. പക്ഷേ ഇതിനിടയ്ക്കും ഇറാനിന് വേണ്ട സമയം ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞതുപോലെ 60 ദിവസം കൊടുത്തിരുന്നു ആണവ കരാറിലേക്ക്. വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴായിരിക്കും അവസാന നിമിഷം. തന്നെയുമല്ല, ഡൊണാൾഡ് ട്രംപുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ചില ആൾക്കാർ വളരെ ശക്തമായ നിലപാടെടുത്തായിരുന്നു ഇറാനെതിരെ നീങ്ങരുതെന്ന്. പക്ഷെ കഴിഞ്ഞ മണിക്കൂറുകളിൽ അവരും പച്ചക്കൊടി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വലിയ തോതിൽ ഡൊണാൾഡ് ട്രംപിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനെ എതിർത്ത ചില സെനറ്റർമാർ പോലും പ്രസ്താവനകൾ ഇറക്കിയിരിക്കുകയാണ് ഈ ബോംബിംഗ് ചെയ്തതിന് ശേഷം. മധു, കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പോ ഈ തോമസ് മാസി റിപ്പബ്ലിക്കൻ ആണ്. അദ്ദേഹം ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിന് മറുപടിയായി പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ, ഇത് ഭരണഘടനാപരമല്ല എന്നാണ്. അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ ഇപ്പോഴും എതിർ ശബ്ദം ഉയരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മളിത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് ചില കോണറുകളിൽ നിന്ന് ഇത്തരം എതിർ ശബ്ദങ്ങൾ വരുമ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് ഇറാനെതിരെ ശക്തമായി നീങ്ങണം എന്നുള്ള ഒരു വലിയ പിന്തുണ ഡൊണാൾഡ് ട്രംപിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് സമ്മിശ്ര പ്രതികരണമായിരുന്നു. ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെടണമോ വേണ്ടായോ എന്നുള്ള കാര്യത്തിൽ. കൃഷ്ണ, മധു, ഇപ്പോൾ ഈ ഒറ്റ ആക്രമണം കൊണ്ട് അമേരിക്കയുടെ ഇടപെടൽ അത് ഇനി ഒഴിവാവുകയാണോ? അതോ ഈ ഒറ്റ ആക്രമണം കൊണ്ട് ഇറാൻ പൂർണ്ണമായി ഇതിൽ നിന്ന് പിന്മാറുമെന്ന് അമേരിക്ക വിചാരിക്കുന്നുണ്ടോ? തുടർ സൈനിക നീക്കങ്ങൾ ഉണ്ടാകുമോ? മധു, ഉന്മേഷ്, 2009 ഇറാൻ വളരെ രഹസ്യമായിട്ട് ഇത്തരം ഒരു ആണവ നിലയ കേന്ദ്രം ഫോർദോ മലനിരകൾക്കുള്ളിൽ ഏതാണ്ട് 300 അടി താഴ്ചയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. അത് ഒബാമയാണ് പിന്നീട് അത് പുറത്തേക്ക് കൂടുതലായിട്ട് ഈ ആണവ നിലയ കേന്ദ്രം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. അന്നു മുതൽ ഏതാണ്ട് 16 വർഷം അമേരിക്കയുടെ കണ്ണിലെ കരടായിരുന്നു, ഇസ്രയേലിന്റെ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർദോ ആണവ നിലയ കേന്ദ്രം തകർക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു അത് പ്രസിഡന്റ് ട്രംപ് ആയിക്കോട്ടെ അദ്ദേഹത്തിന് മുമ്പിരുന്നവരായിക്കോട്ടെ അവരുടെ ഒരു ആവശ്യമായിരുന്നു. ആ ഒരു ആവശ്യത്തിന് അനുകൂലമായ ഒരു സാഹചര്യം വന്നപ്പോൾ അവിടെ ബോംബിടുകയാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ യുദ്ധം മിനിമൈസ് ചെയ്യാനായിരിക്കും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരുപക്ഷെ അമേരിക്ക ഇപ്പോൾ സൗഹൃദത്തിൽ പോകുന്ന സൗദി, അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായിട്ട് ഒരു സൗഹൃദ ലൈൻ ഡൊണാൾഡ് ട്രംപ് ഇതിന് മുന്നോടിയായിട്ട് തന്നെ ചെയ്തു വെച്ചിരുന്നു. അപ്പോൾ ഇവരോടെല്ലാം ഒരുപക്ഷെ ഒരു ചെറിയ ഹിന്റെങ്കിലും കൊടുത്തതിന് ശേഷമായിരിക്കും ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഉന്മേഷ്, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.